നമസ്കാരം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളം വിട്ടെങ്കിലും സംസ്ഥാനത്തെ സർവകലാശാലകളിൽ പിടിമുറുക്കാൻ പിണറായി സർക്കാരിന് കഴിയില്ല. സർവകലാശാലകളെ ഇനി രാജ്ഭവൻ തന്നെയാണ് നിയന്ത്രിക്കുക. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിലൂടെ സംസ്ഥാനത്തെ സർവകലാശാല ഭരണമടക്കം കേന്ദ്ര സർക്കാർ നിയന്ത്രണത്തിലാകും. രാജ്യത്തെ സർവകലാശാല വൈസ് ചാൻസലർമാരുടെയും അധ്യാപകരുടെയും അക്കാദമിക് സ്റ്റാഫുകളുടെയും നിയമനത്തിനും സ്ഥാനക്കയറ്റത്തിനുമുള്ള പരിഷ്കരിച്ച കരട് ചട്ടങ്ങൾ UGC പുറത്തിറക്കുമ്പോൾ തെളിയുന്നത് രാജ്ഭവനുകൾക്ക് കിട്ടുന്ന അധികാര കരുത്താണ്. കരട് ചട്ടങ്ങളിൽ പൊതുജനങ്ങളുടെയും അക്കാദമിക് വിദഗ്ധരുടെയും അഭിപ്രായം UGC തേടി. ഈ നടപടിക്രമത്തിന് ശേഷം അന്തിമ ചട്ടം പുറത്തു വരും. ഈ കരടിനെ കേരളം ശക്തമായി തന്നെ എതിർക്കുകയും ചെയ്യും. വൈസ് ചാൻസലർ നിയമനത്തിലുള്ള സെർച്ച് കമ്മിറ്റി അധ്യക്ഷനെ ചാൻസലർ, അതായത് ഗവർണറാണ് നിർദ്ദേശിക്കുക. രണ്ടാമത്തെ അംഗത്തെ UGC ചെയർമാൻ നാമനിർദ്ദേശം ചെയ്യുകയും ചെയ്യും. സിൻഡിക്കേറ്റ്, സെനറ്റ്, എക്സിക്യൂട്ടീവ് കൗൺസിൽ, ബോർഡ് ഓഫ് മാനേജ്മെന്റ് എന്നിങ്ങനെയുള്ള സമിതികൾക്ക് മൂന്നാമത്തെ അംഗത്തെ നോമിനേറ്റ് ചെയ്യാനും പറ്റും. അതായത് ഗവർണറും UGCയും ചേർന്ന് വൈസ് ചാൻസലറെ നിശ്ചയിക്കും. ഗവർണറെയും UGCയെയും നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിയുകയും ചെയ്യും. അതുകൊണ്ടാണ് സർവകലാശാലകളിൽ കേന്ദ്ര സ്വാധീനം കൂടുന്നത്. സർവകലാശാല VC നിയമനങ്ങളെ ചൊല്ലിയുള്ള ഗവർണർ സർക്കാർ പോരുകൾ രൂക്ഷമായ സാഹചര്യത്തിലാണ് പുതിയ കരട് ചട്ടം UGC ഇറക്കിയത്. കേന്ദ്ര സംസ്ഥാന സർവകലാശാലകൾക്ക് പുതിയ ചട്ടം ബാധകമാണ്. ഇതിന് വിരുദ്ധമായി നടത്തുന്ന VC നിയമനം അസാധുവാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരമാണ് സർവകലാശാല നിയമന ചട്ടങ്ങളിൽ മാറ്റം കൊണ്ടുവരുന്നത്. രാജ്യത്തെ സർവകലാശാലകളിലെ VC നിയമന രീതി മാറ്റാൻ UGC പുതിയ മാനദണ്ഡങ്ങൾ കൊണ്ടുവരുന്നു എന്നത് തന്നെയാണ് വസ്തുത. പുതിയ UGC റെഗുലേഷൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിക്കും. സർവകലാശാല VCമാരോട് പ്രഖ്യാപന യോഗത്തിൽ ഓൺലൈനായി പങ്കെടുക്കാൻ ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. VCമാരെ നിയമിക്കാനുള്ള സെർച്ച് കമ്മിറ്റികൾ കേന്ദ്ര സർക്കാർ നിയന്ത്രണത്തിലാകുമ്പോൾ സർവകലാശാലകൾ സമ്പൂർണ്ണമായി UGCയുടെ നിയന്ത്രണത്തിലാകാനാണ് സാധ്യത. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള യോഗ്യതാ മാനദണ്ഡങ്ങളിലും ഇതോടെ മാറ്റം വരും. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ലക്ഷ്യങ്ങളുമായി ബന്ധിപ്പിക്കാനാണ് UGC പുതിയ കരട് പുറത്തിറക്കുന്നത് എന്നാണ് വിശദീകരണം. നിലവിലെ അധ്യാപക പ്രമോഷൻ മാനദണ്ഡങ്ങളിലും പ്രബന്ധ പ്രസിദ്ധീകരണ നിബന്ധനകളിലും മാറ്റമുണ്ടാകും. കേരളത്തിൽ ഉയർന്ന വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇതെല്ലാം. ബംഗാളിലും ഗവർണറും മമതാ സർക്കാരും തമ്മിൽ സർവകലാശാലകളുടെ പേരിൽ ഉടക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് UGCക്ക് കൂടുതൽ അധികാരം നൽകുന്ന തരത്തിലെ ഭേദഗതികൾ വരുന്നത്. വൈസ് ചാൻസലർ സ്ഥാനത്തേക്ക് 5 പേരുകൾ സെർച്ച് കമ്മിറ്റിക്ക് ചാൻസലറുടെ പരിഗണനയ്ക്ക് വിടാം. 5 വർഷത്തേക്കോ 70 വയസ്സ് തികയുന്നത് വരെയോ ആണ് നിയമനം നടക്കുക. പുനർനിയമനത്തിനും ഈ മാനദണ്ഡങ്ങൾ ബാധകമാണെന്ന് കരട് ചട്ടം പറയുന്നു. കേന്ദ്ര ചട്ടം ലംഘിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ UGCയുടെ പദ്ധതികളിൽ നിന്ന് ഒഴിവാക്കും. ബിരുദ, ഓൺലൈൻ, വിദൂര വിദ്യാഭ്യാസ കോഴ്സുകൾ വിലക്കും. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുമെന്നും ചട്ടം പറയുന്നു. അതായത് ധനസഹായമൊന്നും കിട്ടില്ല. കരാർ അടിസ്ഥാനത്തിലുള്ള അധ്യാപക നിയമനങ്ങൾ പരമാവധി 6 മാസത്തേക്ക് മാത്രമായിരിക്കും ഉണ്ടാവുക. സ്ഥിരം നിയമന മാനദണ്ഡങ്ങൾ ബാധകമാക്കുന്നതാകും കരാർ നിയമനവും. കരാർ അധ്യാപകർക്ക് സ്ഥിരം അധ്യാപകർക്ക് ലഭിക്കുന്ന ശമ്പളവും ആനുകൂല്യങ്ങളും ഉറപ്പാക്കുകയും ചെയ്യും. കരാർ അടിസ്ഥാനത്തിൽ പരമാവധി 10% അധ്യാപകരെ നിയമിക്കാമെന്ന 2018 UGC മാനദണ്ഡം ഒഴിവാക്കിയിട്ടുമുണ്ട്. പ്രൊഫസേഴ്സ് ഓഫ് പ്രാക്ടീസ് എന്ന നിലയിലെ നിയമനം 10% കവിയരുത് എന്നാണ് കരട് ചട്ടം. ബിരുദവും ബിരുദാനന്തര ബിരുദവും മറ്റു വിഷയങ്ങളിലാണെങ്കിലും UGC നെറ്റ് പരീക്ഷയിലെ മികവിന്റെ അടിസ്ഥാനത്തിൽ അധ്യാപക നിയമനം നടത്താം. PhD നേടിയ വിഷയത്തിന് മുൻഗണനയും നൽകും. നന്ദി.